ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ കാസ്റ്റ് ആൻഡ് കുക്ക്വെയർ കളക്ഷൻസും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വൈകുന്നേരത്തെ പണികളിലേക്ക് കടന്നു. വൈകുന്നേരങ്ങളിലാണ് ഞാൻ എൻ്റെ പുറത്തെ പണികളൊക്കെ ചെയ്യാറ്. തീർക്കാനായിട്ട് കുറേ പണികളുണ്ട്. അടിച്ചു വാരണം, പ്ലാന്റൊക്കെ ഒന്ന് കട്ട് ചെയ്യണം, ചെടി നനയ്ക്കണം, പിന്നെ പുല്ല് പറിക്കണം. ഒരു മഴ പെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ മുറ്റം നിറയുന്ന പുല്ല, അങ്ങനെ അതൊക്കെ ഒന്ന് പറിക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഗാർഡനിങ് ചെയ്യുക എന്നുള്ളത്. നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മറ്റു ചിന്തകളൊന്നും തന്നെ കടന്നു വരാനുള്ള സമയം കിട്ടില്ല. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുന്നതും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഇങ്ങനെ ഒരാളെ അല്ലായിരുന്നു. വെറുതെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി ഒരുതരം ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ. നമ്മളിൽ പലരും ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയവരായിരിക്കും. അത് നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. പിന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടും അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. പുറത്തെ പണികളെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് എനിക്ക് വല്ലാത്ത ഒരു ജാതി വിശപ്പാണ്. അങ്ങനെ എന്താ കഴിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഒന്നും ഇരിപ്പില്ല. അങ്ങനെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ചക്ക വരട്ടിയതിരിക്കുന്ന കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ ചക്കയുടെ ഉണ്ടാക്കാവുന്ന ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. എനിക്കിത്തിരി അടയ്ക്ക് നന്നായിട്ട് മധുരം വേണം കേട്ടോ. അങ്ങനെ ശർക്കരയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചക്ക വരട്ടിയതും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ അടയുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. എനിക്ക് അരിയടയേക്കാൾ കൂടുതലിഷ്ടം ഗോതമ്പിൻ്റെ അടയാണ്. അങ്ങനെ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്.
അതിലേക്ക് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പച്ചവെള്ളവും ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. അടയ്ക്ക് കുഴയ്ക്കുമ്പോൾ എപ്പോഴും അല്പം ലൂസായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അട എനിക്ക് മാത്രം മതി കേട്ടോ, ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല. മോനെങ്ങാണോ അവനെ നിർബന്ധിച്ചാലെങ്ങാണോ ഒരെണ്ണം കഴിക്കും. അവനാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ടേ നോക്കത്തില്ല. അഥവാ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഞാൻ തന്നെ ചൂടാക്കി കഴിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അട പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും കനം കുറച്ച് പരത്തിയെടുക്കുക. അതിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ അടയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫില്ലിങ്ങും വെച്ച് നമ്മുടെ അടയെല്ലാം നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പോഴേക്കും നമ്മുടെ അടയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതാ നോക്കിയേ, എന്താ ടേസ്റ്റ് എന്ന് നോക്കിയേ. ചൂടുള്ളത് കൊണ്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ അത് തുറന്ന് നിങ്ങളെ കാണിക്കാനേ പറ്റുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ കാസ്റ്റ് ആൻഡ് കുക്കർ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടാലോ. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എങ്കിലും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കളക്ഷൻസൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അയൺ പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റിൻ്റെ അളവ് കൂടുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കടായിയാണ്. ഇത് ഇൻഡസ് വാലിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു കടായിയും ഈ സ്കില്ലറ്റൂടെ ഞാൻ കോംബോ പാക്കായിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കാസ്റ്റ് അയൺ പ്രൊഡക്റ്റും ഇത് തന്നെയാണ്. ഇത് ഓൾറെഡി സീസൺ ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് സീസൺ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടുമില്ല. ഇത് അത്യാവശ്യം നല്ല ഹെവിയുമാണ്. അതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അളവിൽ കുക്ക് ചെയ്യാൻ ഇതൊരു നല്ല കടായിയാണ്. ഞാനിതിനകത്ത് കൂടുതൽ വെജ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കുക്ക് ചെയ്യുന്നത്. ഈ സ്കില്ലറ്റിനും ഈ കടായിക്കും ഒരു സ്മൂത്ത് ഫിനിഷാണ് വരുന്നത്. കാസ്റ്റ് അയൺ പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അടുത്തതായി ഞാൻ കാണിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു കടായിയാണ്. ഇതും ഇൻഡസ് വാലിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് ഒരു സ്മൂത്ത് ഫിനിഷ് അല്ല വരുന്നത്, ഇതിനൊരു റഫായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. എന്ന് കരുതി ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഒരു 2-3 പേർക്കൊക്കെ കുക്ക് ചെയ്യാൻ ഇത് നല്ലൊരു കടായിയാണ്. ഞാൻ കാണിക്കുന്നത് എൻ്റെ വലിയ ദോശത്തവയാണ്. ഇത് കുറച്ച് പഴയ ദോശത്തവയാണ്. ഇത് നല്ല ഹെവിയാണ്. ഇതിലാണ് ഞാൻ ഗീ റോസ്റ്റ്, മസാല ദോശ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലാണ്. എൻ്റെ കാസ്റ്റ് അയൺ പ്രൊഡക്റ്റ് എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ അല്ല. ഞാൻ നല്ല റിവ്യൂ നോക്കിയിട്ട് ഏതാണോ നല്ലത് അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഇത് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. പിന്നെ അതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രോഗം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടുത്തതായി ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രൈങ് പാനാണ്. ഇത് വണ്ടർ ഷെഫ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഇത് അത്യാവശ്യം നല്ല ഹെവിയുമാണ്. അതുപോലെ ഇതിനിങ്ങനെ പിടിക്കാനായിട്ട് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്യാനും ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റ് ഒരു ഫ്രൈങ് പാനാണ്. ഇതിനും ഒരു റഫായിട്ടുള്ള ഫിനിഷിങ്ങാണ് വരുന്നത്.
അടുത്തതായി ഞാൻ കാണിക്കുന്നത് അതിനൊക്കെ കുറച്ചുകൂടെ ചെറിയ ഒരു ഫ്രൈങ് പാനാണ്. ഇതൊരു ഇൻഡസ് വാലിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ബുൾസൈ ഉണ്ടാക്കാനും ചെറിയ അളവിൽ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഇത് നല്ലൊരു പാനാണ്. ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇതിനും ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിടിക്കാനായിട്ട്. അടുത്തതായി ഞാൻ കാണിക്കുന്നത് എൻ്റെ ചെറിയ ദോശത്തവയാണ്. ഇത് പീജിയൻ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഇതിനകത്താണ് ഞാൻ ചെറിയ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത്. ഇതിന് നീളത്തിലുള്ള ഇങ്ങനെ ഒരു ഹാൻഡിലും വരുന്നുണ്ട്. അതുകൊണ്ട് പിടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതിന് ഒരു റഫായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാസ്റ്റ് അയൺ പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വേറെ പാത്രത്തിലേക്ക് ഫുഡ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ നിറം മാറി വരുന്നതായിട്ട് കാണാം. ഇതാണ് എനിക്കിതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവരും പറയും കാസ്റ്റ് അയൺ പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. എനിക്കത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. കുക്ക് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക വെറും വെള്ളത്തിൽ. അതിന് ശേഷം അതിലേക്ക് നമുക്ക് മൈൽഡായിട്ടുള്ള ഡിഷ് വാഷ് ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ച്, ഹാർഡ് സ്ക്രബ്ബർ ഉപയോഗിക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കാം. എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അകത്തും പുറത്തും ഒരുപോലെ തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനൊരു ഒട്ടലുണ്ടാവും. ഇത്രയൊക്കെയാണ് എൻ്റെ കാസ്റ്റ് അയൺ കളക്ഷൻസ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.